വോയിസ് ഓഫ് ട്രിച്ചൂർ. യെസ്. ഇപ്പോഴും പിന്നെ ഔസേപ്പച്ചൻ്റെ ശബ്ദം ഒരു വോയിസ് ഓഫ് ട്രിച്ചൂർ തന്നെയാണ്. പക്ഷെ ആ വോയിസ് ഓഫ് ട്രിച്ചൂർ എന്നുള്ള ആ ട്രൂപ്പ് അല്ലെങ്കിൽ ആ ക്ലബ്ബ് അതാണ് ഒരുപക്ഷെ ഔസേപ്പച്ചൻ്റെ മനസ്സിൽ ഈ സംഗീതത്തെ ഉലകുതിയത്. തീർച്ചയായിട്ടും. വേണമെങ്കിൽ ഔസേപ്പച്ചന് വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ശബ്ദം വേണം കേൾപ്പിക്കും. ഹായ് ഔസേപ്പേ, എന്തു പറയുന്നു? നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകാറില്ല. നീ ഓർക്കുന്നുണ്ടോ പണ്ട് നീ ആ മൈനർ സെമിനാരിയിൽ നിന്ന് വെള്ളമുണ്ടും ഫുൾ കൈ ഷർട്ടും ഒരു വയലിനും പിടിച്ച് ഇറങ്ങിയ സമയത്ത് ഞാൻ സൈക്കിളിൽ വരുന്ന സമയത്ത് നിന്നെ കണ്ടു. നിന്നെ പിക്ക് ചെയ്ത് ക്ലബ്ബിൽ കൊണ്ടുപോയി ഓർമ്മയുണ്ടോ? വോയിസ് ട്രിച്ചൂരിൽ അവിടെ നീ എത്തി. അവിടുത്തെ റിഹേഴ്സലും കാര്യം കണ്ടപ്പോൾ നീ അന്തം വിട്ടു നിന്നു. അവസാനം നീ ക്ലബ്ബിൽ ഇൻവോൾവായി, റിഹേഴ്സൽ വന്നു തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ഫാദർ ഔസേപ്പച്ചൻ എന്ന പേര് വരുന്നതിന് പകരം ആ ഫാദർ എടുത്ത് കളഞ്ഞു. ഞാൻ മൂലം നീ സെമിനാരിൽ നിന്ന് പോന്നു, ഈ ഫീൽഡിലെത്തി, അവസാനം മ്യൂസിക് ഡയറക്ടറെ നാഷണൽ അവാർഡിൽ മേടിച്ചു. എവിടം വരെ എത്തി? ആർ യു സാറ്റിസ്ഫൈഡ്? ആർ യു സാറ്റിസ്ഫൈഡ് ഔസേപ്പച്ചൻ? അറ്റ്ലി മാഷ് അല്ലേ? അറ്റ്ലി അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഈ വോയിസ് ഓഫ് ട്രിച്ചൂരിലേക്ക് എന്നെ ക്ഷണിച്ചതും അതിനൊരു നിമിത്തമായതും അദ്ദേഹമാണ്. വഴിയിൽ വെച്ച് കണ്ടുണ്ടായ പരിചയമാണ്. ഞാനൊരു വയലിനെടുത്തിട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഉണ്ണിമിശിയ പള്ളി തോപ്പ് സെമിനാരിയുടെ അടുത്ത് ഞാനങ്ങനെ പോകുന്നു. ഇദ്ദേഹം സൈക്കിളിൽ തൊട്ടടുത്താണ്, അരിയങ്ങാടിയിലാണ് പഴയ വോയിസ് ഓഫ് ട്രിച്ചൂർ. ആദ്യകാലത്ത് ഒരു 3-ാം നിലയുടെ മുകളിലൊരു ചെറിയ മുറി. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ച് വെറുതെ കാഷ്വലായിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ചുവന്ന നിറത്തിലുള്ള ഗിറ്റാർ. അത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ അപ്പുറത്തൊരു വേറൊരു പയ്യനിരുന്നിട്ട് ഒരു ചെറിയ രൂപ ഇരുന്നിട്ട് വയലിൻ വായിക്കുന്നു ഗംഭീരമായിട്ട്. അതാണ് പിന്നീട് ജോൺസൺ മ്യൂസിക് ഡയറക്ടറായി മാറിയത്. ഇതൊക്കെ മൊത്തം കണ്ടിട്ട് ജോൺസൺ മാഷും ഔസേപ്പച്ചനും ഒരുപക്ഷെ വോയിസ് ഓഫ് ട്രിച്ചൂർ മലയാളിക്ക് നൽകിയിട്ടുള്ള 2 സമ്മാനങ്ങളാണ്. ജോൺസൺ മാഷുടെയും ഔസേപ്പച്ചൻ്റെയും സ്വഭാവം രണ്ടിനും വ്യത്യസ്തമായിരുന്നു. ആയിരിക്കും അല്ലേ? ആയിരിക്കും. 2 എക്സ്ട്രീംസ് ആയിരുന്നു. എക്സ്ട്രീംസ്. ഔസേപ്പച്ചന് വളരെ സൗമ്യഭാവത്തിലിരിക്കും, പക്ഷേ ജോൺസൺ വേണമെങ്കിൽ ഒറ്റ പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. സംഘർഷ നിർഭരമായിരിക്കും. സംഘർഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ താമസിക്കുമ്പോൾ സംഘർഷമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വളരെ ഭീകരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 കലാകാരന്മാർ ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ തീപ്പൊരി ഉണ്ടാവും. അത് കലയുടെയാണ് പ്രത്യേകതയാണ്. പിന്നെ വ്യത്യസ്ത മൂഡുകളുള്ള ആൾക്കാരാണ്.